കൂട്ടുകാരെ. അപ്പോൾ ഇവിടെ ശിവാനി ഇവിടെ ഉണ്ട്. കണ്ട ഹായ് ഹായ് പറ ഹായ് പറ ഹായ്. സുഖമാണോ എന്ന് മതിയില്ലേ? ചൂടാണോ? അപ്പോൾ ഇവിടെ ഭയങ്കര ഡാൻസായിരുന്നു. ഇവിടെ ഫീലിങ്സ് ഭയങ്കര ഡാൻസ് ആയിരുന്നു ആള്. അപ്പം ഒരു വാച്ച് കയ്യിൽ കെട്ടിക്കൊടുത്തു. അങ്ങനെ വാച്ച് അവരെ കാണിക്ക് ഈ വാച്ച് കാണീര്. കണ്ടോ? പൊട്ട വാച്ചാണ്. സമയമൊന്നും തെറ്റാണ്. വാച്ചാണ്. ബാറ്ററി എന്തോ കംപ്ലൈൻ്റ് ഉള്ള വാച്ചാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം എന്ന് പറയുന്നത്, നമ്മൾ ഇവളിങ്ങനെ വന്നോണ്ട് ഞാൻ ചോദിച്ചു ടിക്ടോക്ക് നമുക്ക് യൂട്യൂബിൽ എല്ലാവരെയും കണ്ടാലോ എന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു അതെന്താ ഇവള് ടിക്ടോക്ക് നമ്മളൊന്ന് പറഞ്ഞാൽ മതി മൂളിക്കോളും. അപ്പോൾ ഇപ്പം ആൾക്കിപ്പം എൻ്റെ കൂടെ കൂടി ഭയങ്കര ടിക്ടോക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എന്തൊരു ഇഷ്ടമാണ് അവൾക്ക്. ടിക്ടോക്ക് ചെയ്യാൻ ടിക്ടോക്ക് ചെയ്യാം എന്ന് പറയുമ്പോഴേ ആൾ സമ്മതം എന്നെക്കട്ടി ഒരു സന്തോഷമാണ് ആൾക്ക് ടിക്ടോക്ക് ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതെൻ്റെ കുഞ്ഞാളെ മോളാണ്, കസിനാണ്, എൻ്റെ സ്വന്തം അനിയത്തി അല്ല. അപ്പോൾ ഇപ്പം പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു ഞങ്ങളൊക്കെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ആൾ പിന്നെ ഒരിതാണ്. അതിന് ക്യാമറ ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കുമ്പോൾ പറയാം നമുക്ക് ടിക്ടോക്ക് ചെയ്യാം. ചോദിക്കുമ്പോൾ പറയണം ടിക്ടോക്ക് ചെയ്യാം. പക്ഷെ ഓണാക്കി കഴിയുമ്പോൾ ആളെ സ്വഭാവം അങ്ങ് മാറി. ആള് പിന്നെ വേറെ വഴിക്കല്ലേ അല്ലേ ഇയാളെ സ്വഭാവം അതല്ലേ ആണെന്ന് വരെ പറഞ്ഞു. ആണ്. അപ്പോൾ ഞങ്ങളിവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നു. അന്നേരം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കുഞ്ഞാടെ വീട്ടിൽ അവർ ബൾബ് ഇടുന്നു. അന്നേരം ഞാൻ പോയി പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അന്നേരം അപ്പുറത്ത് ദേവൂട്ടനും ഉണ്ടായിരുന്നു. അന്നേരം അവനെ പറ്റിച്ച് വിട്ടേക്കുവാണ്. അവൻ പിന്നെ ഞാൻ ഇവളുമായിട്ട് കളിക്കുന്നതും ഇവളെ ഞാൻ പിടിക്കുന്നത് ടച്ച് ചെയ്യുന്നതും ഒന്നും അവന് ഇഷ്ടമല്ല കേട്ടോ. ഇവക്കാണെങ്കിൽ അവൻ്റെ കൂടെ പോകാനേ ഇഷ്ടമല്ല. പിന്നെ ഇവളങ്ങ് പിന്നെ പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ അവൻ ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ പിന്നെ പോകുന്നത് അല്ലാതെ ഇഷ്ടമായിട്ടൊന്നും അല്ല അവൾ പോകുന്നത് തന്നെ അവൻ്റെ കൂടെ കളിക്കാൻ. നമ്മൾ എത്രയോ നിർബന്ധിച്ചിട്ട് അവൾ പോകുന്നത്. അവൾക്ക് എൻ്റെ കൂടെ കളിക്കാനാണ് താല്പര്യം. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം പറ്റിച്ച് വിട്ടിരിക്കുക. ഞാൻ അവൾ കതകിൻ്റെ ഡോറിൻ്റെ അടുത്ത് ഞാൻ അവളെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് അവൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ കട്ടിൻ്റെ അടിയിലൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു ശിവാനി നിന്നെ തിരക്കി അങ്ങ് പോയല്ലോ, നിങ്ങളെ വീട്ടിൽ പോയല്ലോ, അവിടെ കാണും എന്നും പറഞ്ഞ് അങ്ങ് പോയി. ശിവാനി എന്ന് വിളിച്ചുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കേട്ടു ശിവാനി എന്ന് വിളിക്കുന്നത്. അവള് ഇവിടെ ഇരിക്കുവാണ്, കഥകും കൂട്ടിയതാ ഇരിക്കുന്നുണ്ടോ അവിടെ കിടക്കുവാണ് ആള്. ബ്ലൂടൂത്ത് ആണ് ഞങ്ങളുടെ ഇന്നത്തെ പാട്ട് കേട്ടിട്ടുണ്ട്. ഇതാണ് കുഴപ്പം. ഇതാ ഞങ്ങൾ ബ്ലൂടൂത്ത് പറ ഏട്ടും പറ. ഞങ്ങൾ ഡാൻസ് കളിച്ചു എന്ന് പറയാണ്. അപ്പോൾ ശിവാനി ടിക്ടോക്ക് ചെയ്യാൻ ഇഷ്ടമാണോ? നമുക്ക് ചോദിച്ചോക്കാം. ടിക്ടോക്ക് ചെയ്യാൻ ഇഷ്ടമാണോ? നമ്മളിപ്പോൾ ടിക്ടോക്ക് ചെയ്തായിരുന്നല്ലേ, ഏത് പാട്ടായിരുന്നു? നമ്മളിപ്പോൾ ടിക്ടോക്ക് ചെയ്തില്ലേ, ഏത് പാട്ടായിരുന്നു? നമ്മളേത് പാട്ടായിരുന്നു നമ്മൾ ടിക്ടോക്ക് ചെയ്തത്? പറയൂന്ന് നോക്കാമേ. പറ. അറിയില്ല. അത് പൊട്ടിക്കല്ലോ ആ മാല പൊട്ടിച്ച നോക്കിക്കോ. ഇപ്പം കിട്ടാറുണ്ടടി അടി നോവിക്കത്തൊന്നുമില്ല. അവള് അറിയാതെ ഞാൻ ഒരു കുഞ്ഞൊരു കുട്ടം കൊടുക്കും, വേദനിക്കത്തതുമില്ല. പിന്നെ ചില സമയത്ത് സ്വഭാവം കാണുമ്പം അടിക്കാൻ തോന്നുന്നു, പക്ഷെ ഞങ്ങൾ അടിക്കാറില്ല കേട്ടോ അവളെ. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നിങ്ങൾ എന്തോ ഇതാണ് എല്ലാവരും കാണിച്ചാലോ അവരെ. എൻ്റെ ബാഗാണ്, കുഞ്ഞു ബാഗാണ്.
അപ്പോ കുഞ്ഞു വാവയ്ക്ക് ഞാനൊന്ന് കാണിച്ചോട്ടെ, അങ്ങോട്ടൊന്ന് കാണിച്ചോട്ടെ മാഡം, ഞാനൊന്ന് കാണിച്ചോട്ടെ ഇവരെ. ഒരു ഇതൊന്ന് കാണിച്ചോട്ടെ. ഇതാണ് ഞങ്ങൾ അന്ന് ബീച്ചിൽ പോയപ്പോൾ മേടിച്ചതാ. 40 രൂപയുണ്ട, ഇതിന് 51 രൂപയുണ്ട്. 40 രൂപ. ഇത് മായ്ക്കാം. നിങ്ങൾക്കും ഇതേപോലത്തെ ബോ ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കും ഇതേപോലത്തെ ബോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് ഒത്തിരി പേർക്കുണ്ട് ഇങ്ങനത്തെ ബോ. സ്കൂൾ ബോയാണ് അത്. എൻ്റെതല്ല കേട്ടോ, നിൻ്റെ ആണോ ഇത്? അല്ല, ആരുടെയാണെന്നറിയില്ല, എൻ്റെയാന്ന് തോന്നുന്നു. ഇത് എൻ്റെ ബോയാണ്. ഇതിൻ്റെ ഞാനിങ്ങനെ കെട്ടി ഇതിൻ്റെതാണ്. ഇത് ഞാനിങ്ങനെ അത് എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുവാണ്. ആവശ്യം വരുമ്പോൾ ഞാൻ വെച്ചോളും. അടുത്തത് ഇതെൻ്റെ കൂട്ടുകാരി എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നു. അവളുടെ എൻ്റെ ബർത്ത്ഡേ ഒരു ദിവസമാണ്, നവംബർ 20. അവളുടെ പേര് നൈഷാനി എന്നാണ്. അവൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഇച്ചോണ്ട് പോകുമ്പോൾ ഒരു വഴിയുണ്ട്. അതിലെ കൂടെ കയറി പോകുമ്പോൾ ഒരു വഴിയുണ്ട്, ഇടവഴി. അതിലെ കൂടെ കയറി പോകുമ്പോൾ കാണുന്ന വീടാണ്. എയർ ടൈൽസ് ഇല്ലേ, അതിൻ്റെ ബാക്കിലായിട്ടാണ് അവൾ വീട്. കയറി പോകണം. അപ്പോൾ അവൾ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നു. ഞാനും കൊടുത്തു അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്. അപ്പോൾ കുർത്തക്കേട് തുടങ്ങിയിട്ടുണ്ട് അവൾക്ക്. ഇത് അവൾ തന്നതാണ്. അവൾക്ക് മേടിച്ച് കൊടുത്തതാണ് അവളെ മാമ. അവൾ എനിക്ക് തന്നു. മഷൊന്നുമില്ല, ഇങ്ങനെ കളിക്കാനായിട്ട് അവൾ തന്നത്. പിന്നെ ഇത് അവളുടെ കുഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞ് അവൾക്ക് തന്നതാണ്. അവൾക്ക് ഈ സെയിം മുത്തുള്ളത് തന്നെയാണ്. ഈ പെണ്ണിന് ഞാനൊരു ചെയിൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പെണ്ണ് അത് കണക്കത് ആണ്ടേ. ഇതിനി ഞാൻ ഇത് കണ്ടു. ഇത് ബോയാണ്. ഇത് ഒരു കമ്പി ബോയായിരുന്നു. അമ്മ എനിക്ക് ചുറ്റും ഉണ്ടാക്കി തന്ന ബോയാണ്. അതെ, ഇത് ഇതെല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഉള്ളതാണ്. അതെ, ഇതിങ്ങനെ സൺഫ്ലവർ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതെൻ്റെ ഈ അനിയത്തി പെണ്ണ് കാണിച്ച് വെച്ച പണിയാണ്. കണ്ടോ, ഇതേപോലത്തെ ഒരു ബ്ലാക്ക് ബോയ് ഓടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് അവളെ എന്ത് കാരണത്താൽ ചെയ്തതാണ് കാണിച്ചു എൻ്റെ കിട്ടുകയും ചെയ്തതിന്. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഞാൻ കാണിച്ചു തരാമേ. കണ്ട, ഇതാണ്. കണ്ട, ഇതിന് ഞാൻ എൻ്റെ കളർ പെൻസിൽ വെച്ച് ബുക്കിൽ കുത്തി വരയ്ക്കുകയായിരുന്നു. എൻ്റെ പഴയ സ്കൂളിലെ ഡ്രോയിങ് ബുക്കിൽ കുത്തി വരച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കുത്തി വരച്ചു. അത് മാത്രമല്ല, ഇവിടെ ഉണ്ട്. കണ്ടോ, കുത്തി വരച്ചതാണ്. അന്നേരം അത് മേടിച്ചതിന് ഇതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാം പറയും ഇവരോടൊക്കെ. ഇത് കണ്ടോ, ഇതെടുത്ത് എൻ്റെ തലക്ക് ഇറങ്ങിയാണ് ഈ സാധനം. ഈ ശിങ്കാറിൻ്റെ പൊട്ടെടുത്ത് എന്നിട്ട് ആ ദേഷ്യത്തിന് നശിപ്പിച്ചാണ്. വളച്ച് പിടിച്ച് നശിപ്പിച്ചു. അടുത്ത കാണിക്കട്ടെ. എൻ്റെ ഇതൊന്നും ഇവളുടെ ഒന്നും ഇല്ല, അതിനകത്ത് നിൻ്റെ ഒന്നും ഇല്ല. പോ മല എല്ലാവരും കാണിച്ചിട്ട് തരാം. കാണിച്ചിട്ട് നിനക്ക് തന്നെ ഞാൻ തരാം. ഇത് ഇവളുടെ അമ്മ മേടിച്ചിട്ട് കുഞ്ഞെ മേടിച്ച് തന്നെയാണ് എനിക്ക്. പിന്നെ ഇത് ഇവളുടെ അമ്മാമ്മ മേടിച്ച് തന്നെയാണ് തോന്നുന്നത്. ഇത് പിന്നെ എൻ്റെ അമ്മമ്മ മേടിച്ചു തന്നെ. അല്ല, എൻ്റെ അമ്മാമ്മയുടെ പൈസ മേടിച്ചതാണ്. ഞാൻ ഇങ്ങനെയാണ്. ഇത് പണ്ട് മേടിച്ച മാലയാണ്. പണ്ട് മേടിച്ചതാണെന്ന് തോന്നുന്നു. ഈ മാല കണ്ടോ, ഇത് പണ്ട് മേടിച്ചതാണ്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് നശിച്ച് പൊട്ടിയെന്ന് തോന്നുന്നു. ഇത് പണ്ട് മേടിച്ചതാണ് കണ്ടോ. പണ്ട് എനിക്ക് 6 വയസ്സിലാണ്ട് മേടിച്ചതാണ് മാല. പിന്നെ ഇത് ഒച്ചറ അമ്പലത്തിൽ പോയപ്പം കണ്ട് മേടിച്ചതാണ്. ഒന്നിനും കൊള്ളൂല. ഈ പെണ്ണ് വളച്ച് നശിപ്പിച്ചു. ഇപ്പോൾ കിട്ടുമല്ലേ കാണേ. വേറെ റോസാപ്പൂ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ സമയം ഇവക്കും കൊടുത്തു ഈ റെഡ്. പക്ഷെ അവളത് നശിപ്പിച്ചു. അവളല്ല നശിപ്പിച്ച്, എൻ്റെ ഒരു ശിവ എന്ന് പറയുന്നൊരു വികൃതിയായ ഒരു അനിയനുണ്ട്. അവൻ നശിപ്പിച്ചത്. അവൾക്ക് കൊടുത്തതാണ് അവനാണ്. അവനിങ്ങനെയാണ്. അവൻ്റെ പ്രത്യേകത വെച്ചാൽ അവനെ കണ്ട മുടിയല്ല ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പെണ്ണാന്നേ പറയത്തുള്ളൂ. പക്ഷെ അവൻ പെണ്ണല്ല, അവനാണ്. അവൻ മൈലാഞ്ചി ഇടും. പിന്നെ ഇവളുടെ ഡ്രസ്സ്, എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അവളുടെ ഡ്രസ്സ് ഒന്നെങ്കിൽ അവൻ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ അത് വേണം. പിന്നെ പൊട്ടിയിടൽ.
അങ്ങനെയുള്ള മേക്കപ്പ് സാധനങ്ങളാണ് അവന് വേണ്ടുള്ളത്. പെണ്ണുങ്ങളും സാധനങ്ങളെല്ലാം അവന് വേണം. ഇത് ഇവളുടെ അമ്മാമ്മ എനിക്ക് ഓച്ചറ അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇവക്ക് മേടിച്ചു കൊടുത്തു. അത് എവിടാന്ന് അറിയില്ല. അവൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ഇതെൻ്റെ റേസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ അടി? ഇത്ര ഉള്ളെന്ന് തോന്നുന്നു. ഇനി ഇവിടെ ഉള്ളതൊക്കെ കാണും. ഇതെൻ്റെ അമ്മ കൊട്ടാരക്കര അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചെന്ന വാങ്ങി. എന്തോ അത് മുല്ലപ്പൂ സ്ലൈഡ്. നിങ്ങൾക്ക് അറിയണം മുല്ലപ്പൂ സ്ലൈഡ്. അത് അവർക്കൊക്കെ അറിയാം. നീ എന്നാ അടങ്ങിയിരിക്കും റേസർ. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ കണ്ടല്ലോ. ഒന്നും കൂടി കാണിച്ചു തരാം. എൻ്റെ അനിയത്തി കലാവിരുദ്ധ കണ്ടു. എൻ്റെ അനിയത്തി കുത്തി വരച്ചു വെച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം ഞാൻ കുത്തി വരച്ചേക്കും. അതുകൊണ്ട് അത് കാണിക്കുന്നില്ല ഞാൻ. അത് വേണ്ട, കാണിക്കണ്ട. ഇനി വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് അവളടുത്തൊരു കാര്യം ചോദിക്കാം. കുറച്ച് വിശദമായിട്ടായിരുന്നു. കൈ കിട്ടിയിരിക്കുക അവളിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട്. അമ്മ എവിടെ പോയി? എവിടെ പോയി? എൻ്റെ അടുത്ത് ചോദിക്കുവാണ് അമ്മ എവിടെ പോയി. അച്ഛൻ എവിടെ പോയി? അമ്മാമ്മ ആ അച്ഛൻ എവിടാ ജോലി? എവിടാ? അയത്തിലല്ലല്ലേ അച്ഛന് ജോലി? പറ എവിടാ ജോലി? മനസ്സിലായോ? ട്രെയിനില്ലേ, കൊച്ചു വണ്ടി. അതാണ് ആ കുട്ടി ഉദ്ദേശിച്ചത്. അതാണ്. അത് കിലുക്കത്തിനകത്ത് രേവതി അറിയാമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കിലുക്കത്തിനകത്ത് രേവതി അറിയാമോ? അതാണ് കിലുക്കത്തിനകത്ത് രേവതി. വെള്ളം കുടിക്കണോ? അമ്മ വന്നു. പോയല്ലേ? പടം നടക്കുന്നു എന്ന് പറയാൻ അടങ്ങ. ഞാൻ അയച്ചു കുടിച്ചിട്ട് വെള്ളം ഇതുവരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആർമാദിച്ച് കുടിക്കുക. ദേവ എവിടെ പോയിട്ടുണ്ട്? കളിക്കാൻ പോയാ? പിന്നെ എവിടാ? ദേവയുടെ വീട്ടിലാ. ഞങ്ങൾക്കും അറിയാലേ. ദേവയുടെ വീട്ടിൽ പോയത്. ദേവയുടെ വീട്ടിലല്ലാതെ പിന്നെ നാട്ടുകാരെ വീട്ടിൽ പോകൂടി. എന്താ മിനിക്കമാണിത്? എനിക്ക് നിങ്ങളോട് ഒരു വിശദമായിട്ടൊരു കാര്യം പറയാനുണ്ട്. പറയാനുള്ള കാര്യം. പെണ്ണെന്നെ മിണ്ടായി. പെണ്ണെ അവിടെ ഒന്നും മിണ്ടായിരിക്കത്തില്ല. പെണ്ണ് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. എനിക്കിപ്പം പഴയൊരു ചാനൽ ഉണ്ടായിരുന്നു, സനുരാജ് എന്നും പറഞ്ഞിട്ടുള്ളത്. അതെൻ്റെ അച്ഛൻ്റെ പേരാണ്, സനുരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാനൽ അന്നേരം അത് എൻ്റെ അമ്മയുടെ പഴയ മൊബൈലിലായിരുന്നു ആ ചാനൽ ഞങ്ങൾ ഇത് ചെയ്തിരുന്നത്, ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം കറണ്ട് പോയിരുന്നു. അന്നേരം അച്ഛനാണെങ്കിൽ എന്തോ ഒരു ആവശ്യത്തിന് മൊബൈൽ എടുത്തുകൊണ്ട് അടുക്കളയിലാണെന്ന് തോന്നുന്നു. അടുക്കളയിൽ പോയപ്പോഴത്തേക്കിനും അത് അച്ഛൻ്റെ കൈ തട്ടി ബേസിനകത്ത് വീണു. ഫോണിനകത്ത് വെള്ളം കയറിയുള്ള അവസ്ഥ അറിയാമല്ലോ. ഫോണിനകത്ത് വാട്ടർ പ്രൂഫിൻ്റെ ഫോണല്ല, നോർമൽ സാംസങ്ങിൻ്റെ ഫോണായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് 7 വർഷം ആയതുള്ളൂ. അന്നേരം അങ്ങോട്ട് വന്ന് ഞങ്ങൾ അന്നേരം സ്വിച്ച് ഓഫ് ആക്കേണ്ടതായിരുന്നു. അത് ഗ്രീൻ കളറിലാണ് അതിരുന്നേരം. ഭയങ്കര ടെൻഷൻ വന്നു യൂട്യൂബ് ചാനലിൻ്റെ കാര്യം. അത് 23 സബ്സ്ക്രൈബ്സാണ് ഉണ്ടായത്. അപ്പോൾ ഒത്തിരി ലൈക്കും ഒത്തിരി വീഡിയോസാണ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് അതിനകത്ത് നല്ല വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു വിഷമമാണ്. എൻ്റെ കാര്യം
ആലോചിച്ചിട്ട്. ഇപ്പം ഞാൻ ഒരു വീഡിയോ ആണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളൂ, മൊത്തം ഷോർട്സ്. അപ്പോൾ ഈ പെണ്ണിനെ ആയിട്ട് ഈ പെണ്ണുണ്ട്, ഈ പെണ്ണുമായിട്ട് ഒത്തിരി ഇതിട്ടായിരുന്നു. അതിന് പൊക്ക പെണ്ണെ അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ചാനലുണ്ടല്ലോ, ഇപ്പോഴത്തെ ലിറ്റിനൽ വ്ളോഗ്സ് ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങളിപ്പം വീഡിയോകളൊക്കെ കാണുമ്പോൾ കമൻറ്റ് ഇടണം, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. എനിക്ക് നിങ്ങളൊരു എൻ്റെ ഫ്രണ്ട്സ് പോലെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത് തന്നെ. ഞാനിപ്പം ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഡെയിലി ഞാൻ അമ്മയുടെ മൊബൈലിൽ എനിക്ക് കിട്ടുമ്പോഴത്തേക്കിന് ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, സോങ് കാണുന്നതിന് മുമ്പ് ഞാൻ ആദ്യം നോക്കുന്നത് എൻ്റെ ചാനലിൽ എത്ര സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട്, എത്ര ലൈക്ക് വന്നിട്ടുണ്ട്, ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ്. പഴയതിനകത്ത് എൻ്റെ അമ്മ വീട്ടിൽ പോയപ്പോൾ 597 അത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അവിടുത്തെ വീഡിയോ. പിന്നെ ഇപ്പോഴത്തെ ചാനലിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ചാനൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ പോയപ്പം അവിടുത്തെ ചേച്ചിയില്ലേ, സിദ്ധ ചേച്ചിയും അഖിലണ്ണനും വന്ന് വീട്ടിൽ വലതാൽ വെച്ച് വീട്ടിൽ കയറുന്നത്. ഫസ്റ്റ് ഞാനതിട്ടായിരുന്നു, ഫസ്റ്റ് ഹോം ഡേ എന്നും പറഞ്ഞ് ഇട്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ എത്രയോ പേര് കണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. കാരണം വെച്ചാൽ പഴയതോ പോയി എൻ്റെ പിക്സ് കിട്ടിയിട്ടില്ല. പഴയ ചാനലിനകത്ത് ഇനി ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് വേറെ പേരാണ്, സണ്ണി ഡാൻസ്, ഇപ്പോൾ ലിറ്റിലാണ് വ്ളോഗ്. അപ്പോൾ പഴയതോ പോയി. അതാണ് ഇതെങ്കിലും ഞങ്ങൾക്ക് വിജയിപ്പിക്കണം. മറ്റേത് ഞങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ചെയ്യാനും വെച്ചിരുന്നതാണ്. അത് ഞങ്ങൾ അങ്ങനെ യൂട്യൂബ് ചാനൽ വേണമെന്ന് പറഞ്ഞ് എന്നെ അറിയാതെ കൈതട്ടി. എനിക്ക് എന്തോ അബദ്ധത്തിൽ ഞാൻ ഫോണിൽ കളിച്ചപ്പോൾ ഇച്ചിരി നേരം ഫോണിൽ കളിച്ചപ്പോൾ വെക്കേഷനാണ് ഞങ്ങൾ മെയ് മാസം ഞങ്ങൾ ചെയ്തതാണ് ചാനൽ. വെക്കേഷന് എങ്ങനെയോ ഒന്ന് ഈ ഒരു ചാനൽ കൈതട്ടതാണ്. ഞങ്ങളെ കൈതട്ടി ഞങ്ങളിങ്ങനെ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്ത് കുഞ്ഞയും എല്ലാവരും ചെയ്തിട്ടാണ് അത് വന്നത്. പക്ഷെ കുഞ്ഞ് ചെയ്യലേന്ന് എല്ലാവരും പറഞ്ഞു. എന്നിട്ടും ഞാൻ ചെയ്തു, ഒരു വീഡിയോ ഇട്ടു. പിന്നെ അങ്ങ് തുടങ്ങലായിരുന്നു, മഴയോടൊക്കെ ചേർക്കണം. കാരണം ഒരു വീഡിയോ ബ്ലോക്കായി കിടന്നു. ഞങ്ങൾ സെറ്റാക്കി അത് ബ്ലോക്ക് മാറ്റി. അപ്പോൾ പഴയതോ പോയി, ആ വിഷമത്തിലാണ് ഞാനിപ്പോഴും. എനിക്ക് അതിനെക്കുറിച്ച് ഇതുണ്ട്. അപ്പോൾ ഞാനിപ്പം ഓരോ വീഡിയോയിനകത്ത് ഇടുമ്പോഴത്തേക്കും പഴയതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം. ഏറ്റവും കൂടുതൽ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഇത് നിങ്ങളെല്ലാവരും കാണും. നിങ്ങളുടെ ഒരു കൂട്ട് ഞങ്ങൾക്ക് വേണം. ഞാനിനി ഒത്തിരി വീഡിയോ ഇടും. ഞാൻ ആലപ്പുഴ പോകുമ്പോൾ ഒത്തിരി വീഡിയോ ഇടാമെന്ന് വെച്ചതാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് പറ്റിയില്ല. എനിക്കിനി ഇടാവേ, ഞാൻ ഇട്ടോളാം. നമുക്ക് ഇനിയും കല്യാണങ്ങൾ കിടക്കുമല്ലോ, നമുക്ക് ഇടാം. യാത്ര ഉണ്ട്, ഇടാം. അപ്പോൾ ഇടാം കേട്ടോ. അവൾ കഴിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ ആശ്രാമ മൈതാനത്ത് പോയപ്പോഴത്തേക്കിനും എൻ്റെ അച്ഛനൊരു ഊഞ്ഞാലാട്ടി, എന്നെയും ആട്ടി അമ്മയായിട്ട്. കഴിഞ്ഞ അങ്ങേ ഞായറാഴ്ച പോയപ്പോൾ അമ്മ ആട്ടലാട്ടി. അമ്മ കാലിട്ടടിക്കുമായിരുന്നു, തെറിച്ച് പോവുമായിരുന്നു. പിന്നെ ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ പോകാൻ നേരത്ത് അച്ഛൻ എന്നെ ഒന്ന് ഏറ്റി. ആ ഊഞ്ഞാലിൻ്റെ കമ്പി വന്ന് അച്ഛൻ്റെ ബൈക്കിൽ ഇടിച്ചു. ഞാൻ തെറിച്ചങ്ങ് പോവുമായിരുന്നു ചെയ്തത്. അമ്മ മൈൻഡ് ചെയ്തില്ല, അമ്മ ഫോണിൽ സംസാരിക്കലായിരുന്നു, കൂട്ടുകാരായിട്ട് എന്താ ഹസ്ബൻഡ് കാര്യം സംസാരിക്കുന്നത്. പിന്നെ
പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ശിവാനി കഴിക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ വിളിച്ചുകൊണ്ട് പോയി. ഇവിടെ നമുക്ക് അലങ്കൂലമാക്കിയിട്ടാണ് പെണ്ണ് പോയി. അപ്പോൾ ഒരുപാട് ഇതുണ്ടാകും. എനിക്ക് ഭയങ്കര ഇതാണ്. ഇപ്പം നിങ്ങൾ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. എനിക്ക് നിങ്ങളെ ഉള്ളൊരു കൈത്താങ്ങായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നല്ല രീതിയിൽ ഷെയർ ചെയ്യണേ. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഇനി അവൾ വരുന്നിടം വരെ കാത്തി നിൽക്കുക. എന്നെക്കൊണ്ട് അവളെ ഞാൻ വീഡിയോ കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത്. ബൈ ബൈ. പിന്നെ കാണാമേ. ഞാൻ ഇനി ടിക്ടോക്ക് ഇടണം. എനിക്കിനി അടുത്ത് ചെയ്യണം. അവൾ വരുമെങ്കിൽ ഞാൻ ചെയ്യാം. ബൈ. അതുവരെ ഈ വീഡിയോ ബൈ.